ഒരു ബേജാറും ഫിക്കറും ഉണ്ടാവില്ല. ഓൻ അവിടെയും നേരം പോക്കിന് ആരുണ്ട്? അള്ളാനെ കൂട്ടുകാരനാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹിനെ കൂട്ടുകാരനാക്കണം. അള്ളാഹിന്റെ താല്പര്യവും അവന്റെ ഇഷ്ടവും നമ്മുടെ ജീവിതമാക്കി മാറ്റണം. നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും നമ്മൾ ഉപേക്ഷിക്കണം. ഉദാഹരണം പറഞ്ഞത് അന്ന് വിഷയം മനസ്സിലായില്ലേ? എന്ത് പറഞ്ഞ് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് എന്നിട്ട് പറയാം ഉദാഹരണം. എന്നിട്ട് ഉദാഹരണം പറഞ്ഞാൽ അതിനോട് മുമ്പിൽ എന്ത് ഓർമ്മ ഉണ്ടാവില്ല, വിഷയം ഓർമ്മ ഉണ്ടാവില്ല. എന്താണ് വിഷയം പറഞ്ഞത്? നമ്മുടെ ജീവിതം അള്ളാന്റെയും റസൂലുള്ളാഹിന്റെയും താല്പര്യമനുസരിച്ചായിരിക്കണം. നമ്മളുടെ ഇഷ്ടവും താല്പര്യം അനുസരിച്ച് ആയിക്കൂടാ. നമ്മുടെ ഭർത്താവിന്റെ ഇഷ്ടവും താല്പര്യം അനുസരിച്ച് ആയിക്കൂടാ. നമ്മുടെ ഭാര്യയുടെ ഇഷ്ടവും താല്പര്യം അനുസരിച്ച് ആയിക്കൂടാ. അള്ളാന്റെയും റസൂലുള്ളാഹിന്റെയും താല്പര്യമാണ് എന്നാ പ്രശ്നമില്ല. അല്ലേ പ്രശ്നം? നമ്മളൊക്കെ ഭർത്താക്കന്മാരാണ് അധികം ആൾക്കാർ ഇതിലിരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ താല്പര്യത്തിലും നിങ്ങളുടെ ഇഷ്ടത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും കഞ്ഞോറും കൊടുക്കുന്നത്. അരി ആയി കൊടുക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടും, ആയി കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അതല്ല വെറുത്തും കൊണ്ടാണോ? വെറുത്തും കൊണ്ടല്ലേ ഉണ്ടാകുക. അതൊരു ഇറങ്ങാറാവെന്ന് വിചാരിച്ചിട്ട് പിന്നെ കൊടുക്കുക എന്നല്ലാതെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇപ്പം കുടുംബ കോടതിയൊക്കെ ഉള്ളതുകൊണ്ട് അത് അതിനെക്കാണാൻ വേനയാകുമെന്ന് തീർച്ചയായിട്ടും എന്താക്കുകയെന്ന് ഇങ്ങനെ മുണ്ടെടുക്കുക എന്നല്ലാതെ ഇഷ്ടപ്പെട്ടതല്ലാതെ ഏതുവരെ ഈ ഭാര്യ ഭർത്താവിന്റെ താല്പര്യത്തിലും ഇഷ്ടത്തിലും അല്ലെങ്കിൽ ഈ ഭർത്താവ് അവളെ ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടോ? ഓള് നമ്മളെ ഇഷ്ടത്തിലും താല്പര്യത്തിലും ആണെങ്കിലോ നമുക്ക് ഓട് വലിയ സ്നേഹമാണ്. ഏതൊരാളുടെ സ്നേഹത്തിനുള്ള കാരണം അതാ. എല്ലാരും ഇന്നതൊന്നുമില്ല. ചങ്ങായിമാരത്ത് വരെ ചങ്ങാഴ്ചകത്ത് വരെ എങ്ങനെയാണ് ഓ താല്പര്യത്തിലും ഇഷ്ടത്തിലാണ് പോലെന്നുണ്ടെങ്കിൽ ഓല് ചങ്ങാഴ്ചകളേക്കാരം. ഓളെ താല്പര്യത്തിന് എതിരാണ് ഓലെങ്കിലും വെച്ചിട്ടുണ്ടാവും. എന്ന മാതിരി തന്നെ ഭർത്താവിന്റെ താല്പര്യത്തിലാണ് ഭാര്യ ജീവിക്കുന്നതെങ്കിൽ ഈ ഭാര്യയ്ക്ക് നല്ല സുഖവും സമാധാനവും ഈ ഭർത്താവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. മാത്രല്ല അത് അള്ളാഹ്ക്കും ഇഷ്ടമാണ്. ഉദാഹരണം പറയുന്നു, നിങ്ങൾ അള്ളാഹിന്റെ താല്പര്യവും അവന്റെ ഇഷ്ടത്തിലും നമ്മളാകുന്നില്ലെങ്കിൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവോ? ഇല്ല. അള്ളാഹ് തിന്നാൻ തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ അതല്ല വെറുത്തും കൊണ്ടാണോ? അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും താല്പര്യത്തിലും അല്ലെങ്കിൽ അവൻ നമ്മൾക്ക് തിന്നാൻ തരുമല്ല, നക്കാൻ തരികയാണ്. രണ്ട് ഭാഷയല്ലേ? തിന്നാണോ നക്കാണോ? നക്കിക്കോന്നറിയില്ലേ? ആ തരലാണ് ഇപ്പൊ തിന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണപ്പാ പറഞ്ഞത്. ഏത്? ഭർത്താവിന്റെ താല്പര്യത്തിലും ഇഷ്ടത്തിലും അല്ല എങ്കിൽ ഭാര്യ തിന്നാനൊക്കെ കൊടുക്കും. തിന്നാനല്ലല്ലേ, നക്കാൻ കൊടുക്കും. പക്ഷേ തിന്നാൻ കൊടുക്കില്ല. താല്പര്യം ഉണ്ടാവില്ല, ഇഷ്ടമുണ്ടാവില്ല, വെറുപ്പുണ്ടാവും. അതെന്നൊക്കെ നമ്മളെ വീട്ടിൽ തന്നെയാണ് കാണുന്നത്, എപ്പോഴും കാണുന്നത് തന്നെയാണ്, എന്നും ഇങ്ങനെ തന്നെയാണ്. അതോടെ എന്തായിക്കണ് കൊറേയൊക്കെ വീടിന്റെ കുറഞ്ഞേക്കണ്. കാരണം അത് എന്നും എത്ര ഇപ്പൊ തീർ പിടിച്ച എത്ര ദേഷ്യം പിടിച്ച അതിന് കഞ്ഞി കണക്കില്ലേ? അതാണ് തയങ്ങിന്നല്ലാതെ സ്നേഹത്തോടു കൂടെയും താല്പര്യത്തോടും കൂടി എന്താ പറയുക ഒരു വർത്താനം പറയില്ല, എന്തെങ്കിലും കൊണ്ടേ കൊടുക്കാൻ കഴിയില്ല. ഇത് ഏതൊരു ആണിന്റെ മനസ്സാണ്. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് ആണിന്റെ നല്ല പെണ്ണുണ്ടോ അങ്ങനെ തന്നെ. ആണിന്റെ മാത്രമല്ല ഏതൊരു മനുഷ്യന്റെയും മനസ്സ് അങ്ങനെയാണ്. എന്റെ കുട്ടികള് അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്റെ താല്പര്യത്തിലല്ല എങ്കിൽ ഒരിക്കലും എനിക്ക് കൊടുക്കലും ഇഷ്ടമുണ്ടാവില്ല. കൊടുക്കും. മാക്സിമം ഉണ്ടായി കൊടുക്കും. എന്ത് കൊടുക്കാക്കാൻ പറ്റും? എന്നാ ഒന്ന് ശ്രദ്ധ കൂട്ടിയാട്ടാ കൊടുക്ക. എന്നാ എടി ഇവിടെ വന്നാ എന്താ എനിക്ക് പറ്റുമോ നോക്കിയ അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്നാ അന്ന് ഇട്ട് കൊടുക്കല്ലേ മറ്റേന് ആട്ട് കൊടുക്കണം. ആട്ട് കൊടുക്കും. ആട്ട് കൊടുക്കരുത്. അത് ഓരോ ഇങ്ങോട്ടാണ് കുറിച്ച
അതെടുത്തു. ഇതൊന്നും പറയാൻ പാടില്ല. അത് തണുപ്പിക്കണം. നേരത്തെ അങ്ങനെ തന്നെയല്ലേ തണുക്കാക്കുക. മട്ടം പോലെ തരൂല കിട്ടില്ല. കാരണം നമുക്ക് താല്പര്യമില്ല ഭർത്താവിനോട്. മറ്റേ ആ ഭർത്താവിന്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് കൊടുക്കുന്നു. ഇതെന്ത് കട്ടനായിട്ട് ചൂടും കൂടിയില്ല. അപ്പൊ അതാണ് കുറിച്ചോളിയാൽ പാവം കുടിച്ചല്ലേ. ഇനിയപ്പോ കുടിച്ചാലോ കുടിച്ചാലും ഒന്ന് പോയി നല്ല നിങ്ങൾ കളയാൻ പറ്റുമോ? ധാരണ മുതല ഈ ഫോണ് ആർക്കാ നഷ്ടം? നഷ്ടാർക്കന്നെ. അബദ്ധമൊക്കെ പാട് ആലോചിച്ചത് പാവം കുടിച്ചത്. ഇങ്ങനെയൊക്കെയാണ് വീട്ടിന്റെ ഉള്ളിലെ ജീവിതങ്ങളായി മാറുന്നത്. ഇതൊക്കെ ദീനില്ലാത്തതിന്റെ ഒറ്റ കാരണം. ദീനുണ്ടെങ്കിൽ അതല്ല. ചൂടുള്ള ഭക്ഷണം എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെന്നെ എന്റെ മുന്നിൽ വെക്കും. അത് എന്നോട് സ്നേഹമുള്ള ഭാര്യന്റെ ലക്ഷണമാണ്. മനസ്സിലായിക്കോളും. ഈ തരിയും പെട്ട ലേശം പ്രശ്നമുണ്ടാവും. അവനെന്റെ ഭാര്യന്മാരുടെ ഉള്ളുകൾ തിരിയും. ഭാര്യ ഏതാ സൈസ് എന്നുള്ളത് ശരിക്കുണ്ടോ? ശരി. എപ്പോ തിരിയുമാണല്ലോ. അവനാന്റെ ഒപ്പം കിടക്കണാണല്ലോ. അവനാന്റെ വീട്ടിലാണല്ലോ. അവനാന്റെ വീട്ടിൽ തന്നെ അവനാനെ തിരിയാക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ചതിൽ കുടുങ്ങിത്താളോ? അല്ലെങ്കിൽ ശരിക്കും തിരിയണം. നല്ല ശ്രദ്ധിക്കുമാണ് ഏറ്റവും. എന്തിന് ഇതേ പറഞ്ഞേ? ഇതൊക്കെ എല്ലാരും കേൾക്കണ്ടാണ്. ഇതിവിടെ ഒരു 10 ആളെ ഉണ്ടാവുള്ളൂ. നിങ്ങളെ 10-15 ആൾ നിങ്ങളുള്ളൂ. ഇതൊന്നും പോരാ. ഇതൊക്കെ മാലില് പള്ളിക്ക് പോയി പറയേണ്ട വർത്താനാ. അത്രയും ആളുകൾ ഉള്ളവർക്കൊന്നും മൈക്കെട്ടി പറയേണ്ട വർത്താനാ. ദീനാണ് ഇതൊക്കെ. എന്തേലും പറഞ്ഞേ? ഓണങ്ങള് നിങ്ങൾക്ക് തിരിയണം. ഇങ്ങനത്തെ താലിയും കേട്ടാ നിങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് തിരും. എടാ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് തിരിയണ്ടേ? എന്റെ പെണ്ണുങ്ങളെ എനിക്ക് തിരിയണ്ട. എന്റെ പെണ്ണുങ്ങളെ എനിക്ക് തിരിയണ്ടേ? എന്റെ പെണ്ണുങ്ങളെ എനിക്ക് തിരിയേണ്ട ആവശ്യമില്ല. എന്റെ പെണ്ണുങ്ങളെ എനിക്ക് തിരിയണ്ടേ? ഓള് ഏതാ തിരിക്കുന്നത്? ഓളെ ഉള്ളെന്താ തിരിയണ്ടേ? എനിക്ക് ഇഷ്ടമുള്ളത് ചൂടുള്ള ചായയാണെങ്കിൽ ഓള് തണുത്തത തരുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലായിക്കോ? എന്റെ ഭാര്യക്ക് എന്നോട് സ്നേഹമില്ലാന്ന് മനസ്സിലായി. അല്ല കൊണ്ടുവച്ചിട്ട് നമ്മള് കുടിച്ചാൻ മറന്നാണെങ്കിൽ അതൊന്നും കൂട്ടരുത് കേട്ടോ. അഞ്ച് ഇഷ്ടത്തിനുള്ള ഭക്ഷണങ്ങളല്ല അവൾ ഉണ്ടാക്കി തരുന്നതെങ്കിൽ ഓൾക്ക് എന്നോട് സ്നേഹത്തിൽ നിന്നിട്ട് താറാറുണ്ട്. അല്ലെങ്കിൽ ഓളത് ഉണ്ടാക്കി എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഓളെ ഉണ്ടാക്കി കുടുംബം തീരും ചെയ്യും. ഓളത് ശ്രദ്ധിക്കും ചെയ്യും. അത് ഇഷ്ടത്തോട് കൂടെ കുടിക്കുന്നുണ്ടാവും. പറ്റിക്കണോ ഇഷ്ടപ്പെട്ടിക്കണോ എന്ന് നോക്കിക്കൊണ്ടാ ഓള് നിൽക്കുന്നത്. ഞാൻ ഈ കൊടുത്തത് ഇഷ്ടപ്പെട്ടിക്കണോ? നിങ്ങൾ ചോദിക്കോ എന്താ മധുരം കുറവുണ്ടോ? ചൂട് കുറവുണ്ടോ? ഇനി മധുരം ഇടണോ? പാകായില്ലേ? ഭാഗത്ത് മധുരം പാകല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നാമല ചോക്കന്നെ ചെയ്യും. ഇത് നാമല ചോക്കുമില്ല. അഞ്ചാറുണ്ടോ? പൊടിയുണ്ടോ? ഉണ്ടോ? ഒന്ന് നോക്കും കൂടിയില്ല. ഓക്കതിന് ഒഴിവുണ്ടെങ്കിലല്ലേ നോക്കാം. നിങ്ങളെ ഇത് നോക്കാം. അതില്ലെങ്കിൽ അപ്പം ചോദിച്ചാൽ വാങ്ങിയിട്ടാന്നല്ലാതെ അതിനിപ്പോ എത്ര പറയാണ്ട. ഇപ്പം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചമൂടി ഉണ്ടാക്കണ്ട. ഇപ്പം ചോദിച്ചാൽ പോരെന്ന് ചോദിച്ചോളൂ. അത് അങ്ങനെ തീരല്ലേ? സംഗതി കാര്യമാണല്ലോ. പക്ഷെ അതൊക്കെ തറാറ് വേറെയാണ്. ഇതൊന്നും എന്തല്ല. അതാ ഇഷ്ടമനുസരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് തകരാറ് എവിടെയാണ്? മനസ്സിന്റെ ഉള്ളിലാണ്. ഇതൊക്കെ കെട്ടിച്ചാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരും കൂടുതൽ മനസ്സിലാക്കിക്കണം. ഇത് പഠിക്കാനുള്ളതാണിത്. കെട്ടിച്ചോരും ഉണ്ടാക്കണോ? ഈ വിഷയങ്ങൾ പഠിച്ചേക്കണം. അവനാന്റെ ഭർത്താവിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ചായിരിക്കണം ഇവളുടെ ജീവിതം. എന്നിട്ട് ഇവർക്ക് പഠിക്കുമാണെന്ത്? എന്റെ ഭർത്താവിന് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് പൊടി അധികമായാൽ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. ഉണ്ടോ? മധുരം കൂടിയാൽ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. മധുരം കുറഞ്ഞാൽ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. ചൂട് കുറഞ്ഞാൽ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. ചൂട് കൂടിയാൽ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. ഇതേ രീതിയാണ് അള്ളാഹ്ക്ക് ഞാൻ ചെയ്യുന്ന ഇബാദത്തുമെങ്കിൽ എന്തായിരിക്കും എന്റെ സ്ഥിതി എന്ന് ചിന്തിക്കണം ഭാര്യന്മാർ.
എത്ര ചെറിയൊരു കാണാതെ പരിട്ടുള്ളൂ, എന്നിട്ട് പോലും എന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലാണല്ലോ ഞാനുള്ളത്. ഇതേ ക്രമത്തിൽ ഈ ഭർത്താവിന്റെ മായ തന്നെയാണ് ഈ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ മാറിയാണല്ലോ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത്. ഞാൻ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും